നമസ്കാരം. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി 2023 ഒക്ടോബർ 7 ആക്രമണം നടത്തിയതിൻ്റെ തൊട്ട് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഞങ്ങളെ ആളുകളെ വേദനിപ്പിക്കുകയും വധിക്കുകയൊക്കെ ചെയ്ത ഒരൊറ്റ ആളിനെ പോലും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന്. അവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവിടെ എത്തി അവരെ ഞങ്ങൾ വകവരുത്തും എന്നൊന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ നടപ്പിലാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെയും പിന്നീട് അയാളുടെ പിൻഗാമിയായി എത്തിയ യാഹ്യ സിൻവറിനെയും എല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം നിഷ്പ്രയാസം വധിക്കുകയായിരുന്നു. ഇപ്പോൾ ഹമാസും ഹിസ്ബുള്ളയും എല്ലാം തന്നെ ഏതാണ്ട് കീഴടങ്ങിയ മട്ടാണ്. ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിന് സമ്മതിക്കുകയും ഏതാണ്ട് ഒറ്റപ്പെട്ട രീതിയിൽ കീഴടങ്ങി നിൽക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. ഇവരെല്ലാം സഹായിക്കുന്ന ഇറാൻ നിസ്സഹായ അവസ്ഥയിലാണ്. ഹൂത്തി മുതൽ ആക്രമിക്കാൻ ഇറങ്ങിയവർക്ക് കണക്കിന് ശിക്ഷ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നൽകുകയും കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഇസ്രായേൽ പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഗാസയിലെ ഖാൻ യൂനീസിലും മറ്റ് പരിസരങ്ങളിലുമൊക്കെ അതിശക്തമായ തോതിൽ നടക്കുന്ന പരിശോധനയും ഹമാസ് നേതാക്കളുടെ വധങ്ങളും. ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് കടന്നു കയറി നേരിട്ട് ആക്രമണങ്ങൾ നടത്തിയ അതായത് അവിടുത്തെ സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും അവരെ തലവെട്ടി മാറ്റുകയും ചെയ്തവർ, അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്തവർ, കൊലപാതകം നടത്തിയവർ, ഇവരൊക്കെ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദിന് കൃത്യമായ വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അവർ ഓരോരുത്തരെയായി ഇനി ബാക്കിയുള്ള നേതാക്കന്മാരെയും തിരഞ്ഞു പിടിച്ച് വകവരുത്തുന്നത്. യാഹ്യ സിൻവറിനെ ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എങ്കിൽ ഈ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട ഈ നേതാക്കന്മാരൊക്കെ തന്നെ ഏതാണ്ട് അതേ ലൈനിൽ തന്നെ കശാപ്പുകാരന്മാരായി ജീവിതം നയിച്ചിരുന്നവർ തന്നെയായിരുന്നു. തങ്ങൾ കീഴടക്കിയ മനുഷ്യരോട് മൃഗങ്ങളോട് കാട്ടുന്ന നീതി പോലും അല്ലെങ്കിൽ മനുഷ്യത്വം പോലും കാട്ടാത്ത അത്രയും ക്രൂരമായി പെരുമാറിയ ഓരോരുത്തരെയുമാണ് ഇപ്പോൾ ഇസ്രായേൽ വധിക്കുന്നത്. ഇന്നലെ ഇസ്രായേൽ വധിച്ച ഹാദിസ് അൽ സബ എന്ന ഹമാസിൻ്റെ കമാൻഡറായിരുന്ന വ്യക്തി നേരിട്ട് ഇസ്രായേൽ നടന്ന ആക്രമണത്തിൽ പങ്കെടുത്തയാളാണ്. ഇയാളുടെ വീടടക്കം ഇന്നലെ കത്തിച്ചാണ്, അതല്ലെങ്കിൽ ഡ്രോൺ പ്രയോഗിച്ചാണ് ഇയാളെ വധിച്ചത്. പിന്നെ അവശേഷിക്കുന്ന മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നു. അതായത് ഹമാസിൻ്റെ പോലീസ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ഹമാസിന് പോലീസോ എന്ന് ചോദിച്ചാൽ ഗാസയിൽ ഹമാസിന് എന്തും ചെയ്യാം. അങ്ങനെ അവർക്കൊരു പോലീസ് വിഭാഗവും ഉണ്ടായിരുന്നു. അതിൻ്റെ തലവനെയും അയാളുടെ സഹായിയായി പ്രവർത്തിച്ച അല്ലെങ്കിൽ ഉപതലവനായി പ്രവർത്തിച്ച വ്യക്തിയെയുമാണ് ഇന്ന് ഇസ്രായേൽ സൈന്യം വധിച്ചിരിക്കുന്നത്. ഹമാസിൻ്റെ പോലീസ് മേധാവിയായിരുന്ന മുഹമ്മദ് സല, ഇയാളുടെ സഹായിയായിരുന്ന ഹസം ഷഹ്വാൻ എന്നിവരെയാണ് ഇന്ന് വധിച്ചത്. ഇവരുടെ ആസ്ഥാനത്തേക്ക് നടത്തിയ ആക്രമണത്തിൽ തന്നെയാണ് 2 പേരും കൊല്ലപ്പെട്ടത്. ഇവരെയും വധിക്കാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ബന്ദികളായി പിടിച്ചുകൊണ്ടു പോകുന്ന മനുഷ്യരെ ഏറ്റവും ക്രൂരമായി തടവറകളിലിട്ട് പീഡിപ്പിക്കുന്നതിന് പേരുകേട്ടവരായിരുന്നു ഈ 2 പേരും. ഇവർക്ക് 2 പേർക്കും ഭിന്നലിംഗത്തിൽപ്പെട്ട മനുഷ്യരെ കാണുന്നതേ വെറുപ്പായിരുന്നു. അവരെങ്ങനെ ഹമാസ് തീവ്രവാദികൾ പിടികൂടി ഇവരുടെ മുന്നിൽ ഹാജരാക്കിയാൽ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചതിന് ശേഷമായിരിക്കും ഇവരെ വധിക്കുമായിരുന്നത്. അതുപോലെ കഴിഞ്ഞ ഒക്ടോബർ 7 ഇവർ 2 പേരും വളരെ സജീവമായി തന്നെ ഇസ്രായേലിൽ ക്രൂരകൃത്യങ്ങൾ നടത്തുന്നതിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നവരാണ്. ഇതിൻ്റെ വിശദമായ വ്യക്തമായ എല്ലാ തെളിവുകളും ദൃശ്യങ്ങളുമെല്ലാം ഇസ്രായേലിൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും ശക്തമായ തോതിൽ ഈ ഓരോരോ നേതാക്കന്മാരെയായി ഇപ്പോൾ കൊന്നുതള്ളുന്നത്. ഇന്നലെ ഹാദിസ് അൽ സബയ്ക്ക് സംഭവിച്ചത് തന്നെയാണ് ഇന്ന് ഈ പറഞ്ഞ പോലീസ് മേധാവിക്കും അയാളുടെ സഹായിക്കും സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ജനങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളുടെ പൗരന്മാരെ നിങ്ങൾ വേദനിപ്പിച്ചാൽ ഞങ്ങൾ ലോകത്ത് നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും നിങ്ങളെ ഞങ്ങൾ പിന്തുടർന്നു വന്ന് വധിക്കും എന്ന നെതന്യാഹുവിൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം മൊസാദും ഇസ്രായേൽ സൈന്യവുമൊക്കെ എന്താണ് അടുത്ത നിമിഷം ചെയ്യാൻ പോകുന്നത് എന്ന് എതിരാളികൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുക. ഹമാസിൻ്റെ നേതാക്കൾ പലരും ഇപ്പോൾ സമാധാനിച്ചിരുന്നത് എല്ലാം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് സന്ധി സംഭാഷണം നടന്ന് വെടിനിർത്തൽ പൂർണ്ണമായി നിലവിൽ വന്ന് ബന്ദികളെയും വിട്ടുകൊടുത്താൽ പിന്നെ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാം എന്നാണ്. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ ഒരുപക്ഷെ നാളെ സമാധാന കരാർ നിലവിൽ വരികയാണെങ്കിൽ അതിന് എത്രയോ മുമ്പ് തന്നെ ഇനി വകവരുത്തേണ്ട, അതല്ലെങ്കിൽ ഞങ്ങളുടെ ജനങ്ങളെ ഉപദ്രവിച്ച, വധിച്ച, ബലാത്സംഗം ചെയ്ത മനുഷ്യരെ ഒരു കാരണവശാലും ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ള ഇസ്രായേലിൻ്റെ ആ പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നടത്തിയ ആക്രമണത്തിൽ, അതായത് ഹമാസിൻ്റെ ഈ പോലീസ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം എന്നോ മറ്റോ പറയാവുന്നുള്ള അവരുടെ ആസ്ഥാനത്ത് തന്നെയാണ് അവർ ആക്രമണം നടത്തിയത്. മറ്റു ജനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള അപകടം സംഭവിക്കാത്ത വിധത്തിൽ ഈ കെട്ടിടം മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് അവർ കൊല്ലപ്പെട്ടത്. 10 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. അതല്ല 6 പേരാണ് കൊല്ലപ്പെട്ടതെന്നും മറ്റൊരു വാർത്തയുണ്ട്. എന്താണെങ്കിലും ഹമാസിൻ്റെ ഇനി അവശേഷിക്കുന്ന ഗാസയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്നൊന്നായി
വകവരുത്തുക തന്നെയാണ് ഇസ്രായേൽ. ഒരുപക്ഷെ നാളെ സമാധാന ഉടമ്പടി നിലവിൽ വന്നാലും അതിനു മുമ്പ് തന്നെ ഇവരുടെ എല്ലാം കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് ഉറപ്പായി പേടിച്ച് വിറച്ച് ഇരിക്കുക തന്നെയാണ് ഇനി അവശേഷിക്കുന്ന ഹമാസ് നേതാക്കൾ.